ഇനി കല്യാണം കഴിക്കാനായിട്ട് ഒരു മോള് കൂടിയില്ലേ ഈ വീട്ടില്? ഞാൻ പറഞ്ഞത് നമ്മുടെ ആര്യമുള്ള കാര്യ. ദേ കണ്ടില്ലേ, താനിപ്പോ കൊണ്ടുവന്ന ഈ ആലോചനയായാലും മതി. താൻ പയ്യൻ വീട്ടുകാരോട് ഈ ആര്യമുള്ള കാര്യം ഒന്ന് സംസാരിക്കേ. ഓ, അതിനെന്താ, അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കിത് തന്നെ നടത്താന്നേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിന്റെ ഈ കഥ മുഴുവൻ കേട്ടപ്പോഴേ ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആലിപ്പഴം കായ്ച്ചപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന്. കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു കല്യാണം കഴിച്ചപ്പോ പെണ്ണിന്റെ മുന്നിൽ ചെന്നാൽ അവളുടെ തല്ല് കിട്ടുമെന്നുള്ള അവസ്ഥ. എന്ത് ചെയ്യൂന്ന് പറ. ഒന്നും പറയാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല. വല്ലാത്തൊരു കഷ്ടമായി പോയടാ. പരീക്ഷണമല്ല അളിയ, പരന്ന വീക്ഷണത്തോടെ നിഗൂഢ ലക്ഷ്യം വെച്ച് നിന്റെ അപ്പൻ നിനക്ക് തന്ന നല്ല ചിമിട്ടം പണി. അങ്ങേരെ വെറും വക്കീലല്ല, കാലന് കഞ്ഞിയും പയറും വെച്ചു കൊടുത്ത വക്കീലാണെന്ന് ഞാൻ പറയും. ദുഷ്ടബുദ്ധിക്ക് ഡോക്ടറേറ്റ് കൊടുക്കണം നിന്റെ തന്ത പഠിക്ക്. നീ ഇങ്ങനെ എന്റെ അച്ഛനെ ചീത്ത പറയാൻ നിൽക്കാതെ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് പറ. എന്ത് പരിഹാരം? നീയും നിന്റെ അച്ഛനും കൂടെ ചേർന്ന് നടത്തിയ നാടകമാണിതെന്ന് അഞ്ജലി കരുതുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു തരത്തില് ആ പ്രശ്നത്തിൽ എന്റെ കാര്യവും പോക്കാം. നിന്റെ കാര്യവും അതെങ്ങനെ? എടാ, ഞാൻ കൂടെ ഇല്ലാതെ നിന്റെ ഒരു ഉടായപ്പും ഇന്നേ വരെ ഇവിടെ നടന്നിട്ടുണ്ടോ? അത് അഞ്ജലിക്കും അറിയാം. അതുകൊണ്ട് ഈ പാപത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് അവൾ ഉറപ്പായിട്ട് കരുതും. അതുകൊണ്ട് ഇനി കുറച്ചു കാലം അവളുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുന്നതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അവൾ കരോട്ടക്കാരിയില്ലേ? എൻ്റെ അടിവയറ്റിൽ വല്ലതും വച്ച് താങ്ങി തന്ന എൻ്റെ അമ്പോ ഓർക്കുമ്പോ തന്നെ പേടിയാവും. നീ ചുമ്മാ കോമഡി അടിക്കാതെ ഇതിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി പറയാൻ പാടി. അളിയ, സത്യം പറയാൻ ഇതിന് പരിഹാരമില്ല, സത്യം. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പെണ്ണിന്റെ മനസ്സാണ്, അതിലൊരിക്കലും ഒരു കറ വീണ് കഴിഞ്ഞാൽ മായ്ച്ചു കളയാൻ വലിയ പാടാണ് അളിയ. നിന്റെ അച്ഛൻ നിന്നെക്കുറിച്ച് അഞ്ജലിയുടെ മനസ്സിൽ വലിയൊരു കറയാണ് തേച്ചു വച്ചിരിക്കുന്നത്. ഇനി ഇക്കാര്യത്തില് അഞ്ജലി എന്ത് തീരുമാനം എടുക്കുമെന്ന് കാത്തിരുന്ന് കാണാനേ പറ്റൂ. എൻ്റെ ആ പാവം പത്മപ്പെണ്ണിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. അഞ്ജലിയെ നമ്പിയാണ് അവൾ ഈ കേസും കുന്ത്രാണ്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോയത്. ഇപ്പം വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും ഒരേ കൂരയ്ക്ക് കീഴിൽ താമസിക്കാനും തുടങ്ങി. ഓ, വിശ്വസിക്കാൻ വയ്യാത്ത ടെസ്റ്റ്. ഇതിനിടെ പത്മയെ അവളുടെ കേസും ഗുദാഹവ ആകാതിരുന്നാൽ മതി. ഏയ്, എന്തൊക്കെ സംഭവിച്ചാലും അഞ്ജലി പത്മയെ കൈവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേസ് നടക്കും, ജയിക്കുകയും ചെയ്യും. പക്ഷേ എന്റെ കാര്യം മാത്രമേ ഇപ്പൊ പ്രശ്നം വരാൻ പോകുന്നത്. കേസിന്റെ കാര്യം നീ അങ്ങനെ പറയല്ലേ. പത്മയെ അഞ്ജലി കൈവിടില്ലായിരിക്കും, പക്ഷേ അഡ്വക്കേറ്റ് രാഘവനുണ്ട്. അങ്ങേര് പത്മയെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് അഞ്ജലി ശംഖുചക്രത്തിലെത്തിയ സാഹചര്യത്തിൽ. ഒന്നും അറിയില്ല അമ്പാടി, എന്താ വരാനിരിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായാലും ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ. നേരം സന്ധ്യാവാറായി. ശംഖുചക്രത്തിൽ ഒറ്റയ്ക്കിരുന്ന് അഞ്ജലി ഇപ്പോൾ വീർപ്പ് മുട്ടുന്നുണ്ടാവും. അതെ അതെ, ഒറ്റയ്ക്കിരിക്കുന്നവർക്കൊരു കൂട്ട് കൊടുക്കുന്നത് നല്ലതാ ബലേബേഷ്. അല്ലെങ്കിലും ഇന്നിപ്പോ അളിയന് വീട്ടിൽ ചെല്ലാൻ നല്ല തിരക്കായിരിക്കും എന്ന് എനിക്ക് അറിയാം. ആദ്യ രാത്രിയല്ലേ, ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ് നല്ല കഥ. ഇന്നത്തെ രാത്രി എന്റെ ലാസ്റ്റ് നൈറ്റ് ആവുന്ന ഭയത്തിലാ ഞാനിപ്പോ നിൽക്കുന്നത്.
അഞ്ജലിയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ അവൾക്ക് സുഹൃത്തോ കാമുകനോ ഭർത്താവോ ഒന്നും അല്ലല്ലോ അമ്പാടി. ശത്രുവാണ്. താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ശത്രു. എനിക്കറിയില്ല ഇനി എന്ത് സംഭവിക്കുമെന്ന്. ആ, ഞാൻ പോട്ടെ, നേരം വൈകി. എന്റെ നാഗദൈവങ്ങളെ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. അവൾക്ക് ആപത്തൊന്നും വരുത്തരുത്. എന്റെ കുഞ്ഞ് വീട്ടിൽ നിന്ന് പോയിട്ട് ഒരു ദിവസമായി. അവളെ കുറിച്ച് ഒരു വിവരവും നമുക്കില്ല. അവളുണ്ടോ ഉറങ്ങിയോ ഒന്നും അറിയില്ല. അറിയാവുന്നതൊന്നു മാത്രം, അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ വീട്ടിലേക്ക് തന്നെയാ അവൾ ചെന്ന് കയറിയിരിക്കുന്നത്. അവിടെ കുഞ്ഞിനൊരാപത്തും കൂടാതെ നിങ്ങളെ വേണം കാത്തോളാൻ. എന്താ ശ്യാമളെ, സന്യസിക്കാനാണ് ഉദ്ദേശം? അല്ല, ഉത്സവം ഒഴികെയുള്ള ദിവസങ്ങളിൽ ദൈവങ്ങളും നിശ്ചിത സമയമാകുമ്പോൾ ഉറങ്ങും എന്നാണല്ലോ സങ്കല്പം. ഇതിപ്പോ നേരെ ഒരുപാടായി. ഇനി ഇവിടെ നിന്നിങ്ങനെ നാഗദേവതകളുടെ ഉറക്കം കളയണോ? ശിവരാമേട്ടനെല്ലാം തമാശ. പെറ്റ വയറിനങ്ങനെ കരുതാനാവില്ല. എന്റെ നെഞ്ചെരിയുന്നത് എനിക്കറിയും. പെറ്റ വയറിന് മാത്രമല്ല, അച്ഛനും ഉണ്ട് നെഞ്ചരിയലൊക്കെ. പക്ഷേ ആര്യമോള് ഓർമ്മപ്പെടുത്തിയതുപോലെ കഴിഞ്ഞതിനെ കുറിച്ച് വിലപിക്കാതെ അടുത്തത് എന്തെന്ന് വേണം ആലോചിക്കാൻ. ജീവിതത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉദ്ദേശം മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ്. എനിക്ക് നിങ്ങളുടെ സാഹിത്യവും തത്വം പറച്ചിലും ഒന്നും പിടികിട്ടില്ല. ആ കൂടെ പറയാനും പ്രാർത്ഥിക്കാനും ഉള്ളത് അവിടെ ആ രാഘവനുണ്ണിയുടെ വീട്ടില് എന്റെ മോൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന. അത് പറയാനാ ഞാൻ ഈ കാവിലോട്ട് വന്നത്. എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് പോലെ സമാധാനവും സന്തോഷമുള്ള ഒരു കുടുംബജീവിതം എന്റെ കുഞ്ഞിനും ഉണ്ടാവണം. അത്രേ വേണ്ടു. നീ പറഞ്ഞ രാഘവനുണ്ണിയെ വരച്ച വരയിൽ നിർത്തിയവളാ അഡ്വക്കേറ്റ് അഞ്ജലി. അവള് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ വീട്ടില് മോശാവൊന്നും കരുതവയ്യ. അവൾക്കറിയാം അവളെ സംരക്ഷിക്കാൻ. എന്നാലും അവള് പെട്ടെന്നങ്ങ് പോയപ്പോ എന്തോ ഇത് മനസ്സില്. സ്വാഭാവികം. ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പക്ഷികളെ പോലെയാ. കുറെ നാള് മാത്രമേ നമുക്ക് ചിറകിനടിയിൽ വെച്ച് വളർത്താൻ പറ്റൂ. ചിറകിന് ബലം വെച്ച് പറക്കമുറ്റുമ്പോ അവര് പറന്നകന്നങ്ങ് പോവും. അഞ്ജലിയുടെ കാര്യത്തിലും നമ്മൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചാ മതി. ഇത് നമ്മളായിട്ട് ഒരു പയ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചാലും അവൾക്ക് നമ്മളെ വിട്ട് പോകേണ്ടി വരില്ലേ? ഇതിപ്പോ അവളായിട്ട് ആളെ കണ്ടെത്തി, അത്രേ ഉള്ളൂ. എന്നാലും അവളെ കാണാതെ ഒക്കെ ശരിയാവുന്നേ, നീ ടെൻഷനാവണ്ട. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, എന്തിന്റെ പേരിലായാലും എന്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യില്ല. അതിനുള്ള മനക്കരുത്തൊക്കെ അവൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അവൾ ഏത് പ്രതിസന്ധിയും മറികടക്കും. അതാണ് അഡ്വക്കേറ്റ് അഞ്ജലി. നീ ഇനി അത് തന്നെ ആലോചിച്ച് നിൽക്കണ്ട.
നമുക്ക് ചെയ്തു തീർക്കാനേ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. നമുക്ക് പോകാം. ഇനി വേണം ആര്യമോൾക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്താനും അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കാനും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു തീർത്ഥാടനത്തിന് പോവാൻ, വലിയ വലിയ ക്ഷേത്രങ്ങളിലും ദേവസ്ഥാനങ്ങളിലും ഒക്കെ. എല്ലാത്തിനും ഞാൻ ചില വഴികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. വഴിയെ പറയാം. അതാം വാ. ഇനിയെങ്കിലും നായങ്ങൾ കിടന്നുറങ്ങട്ടെ. ആളീ ലോകത്തൊന്നല്ലല്ലോ. ഞങ്ങളെ കുറിച്ച് അച്ചേട്ടൻ എന്താ പറഞ്ഞിട്ടുള്ളേ? അച്ചേട്ടനോ? ഓ അത് ശരി. അപ്പോ ആ പേര് പോലും കേട്ടിട്ടില്ലെന്നർത്ഥം. അതെ, മിസ്റ്റർ അർജുൻ രാഘവന് ഞങ്ങൾ ശംഖചക്ര തറവാടിലെ കൊച്ചു പെൺപിടയിട്ടേക്കുന്ന ഓമന പേരാണ് അച്ചുവേട്ടൻ. ഞാൻ ദീപ്തി രാഘവ്, അച്ചേട്ടന്റെ നേർപ്പെങ്ങളാ. ഇത് നിത്യ, മുകുന്ദനുണ്ണി ഇന്ദുലേഖ ദമ്പതികളുടെ ഏക മകൾ. ഇനിയൊരാളൂടെ ഉണ്ട്, നീരജ, ഗോവിന്ദനുണ്ണി രമ്യ കപ്പിൾസിന്റെ മകളാ. ഇപ്പൊ ഇവിടെ ഇല്ല. ഇതല്ലാതെ ഞങ്ങളുടെ കസിൻസ് വേറെയുണ്ട് പെൺപിള്ളാര്. അച്ചുവേട്ടൻ അഞ്ജലി ചേച്ചിയോടുള്ള ഫസ്റ്റ് സൈറ്റ് ഫസ്റ്റ് ലവ് പ്രേമകഥ ആദ്യം പറയുന്നത് ഞങ്ങളോടാ. ചേച്ചി ഘോഷയാത്രയ്ക്ക് കുറെ എണ്ണത്തിന് നടുറോട്ടിയിട്ട് ചളക്കിയില്ലേ, ആ കഥ തന്നെ. എന്താ ചേച്ചി, മുഖത്തൊരു സന്തോഷമില്ലല്ലോ, എന്തുപറ്റി? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട്. അച്ചുവേട്ടന്റെയും അഞ്ജലി ചേച്ചിയുടെയും കല്യാണം ഇങ്ങനെ ആയിപ്പോയതിന്റെ വിഷമം. സാരിയില്ലെന്നേ, ഞങ്ങൾ അച്ചുവേട്ടനോട് പറഞ്ഞിട്ട് ഗ്രാൻഡ് ഒരു റിസപ്ഷൻ സംഘടിപ്പിച്ച് കളയാം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് കസിൻസിനെല്ലാം വിളിച്ചുകൂട്ടി ഒന്ന് അടിച്ചു പൊളിക്കാൻ. എന്തിനാ നിങ്ങൾ ആ കുട്ടിയെ ശല്യപ്പെടുത്തുന്നത്? ഏയ്, ഞങ്ങള് ശല്യപ്പെടുത്തിയൊന്നുമല്ല മുത്തശ്ശി. അച്ചേട്ടന്റെ കല്യാണത്തിന് കൊടുക്കാൻ ഞങ്ങളൊരു സമ്മാനം മേടിച്ചിരുന്നു. അതൊന്ന് പുതുമണവാട്ടിക്ക് കൊടുക്കാൻ വന്നതാ. പിന്നെ കൂട്ടത്തിൽ ഞങ്ങളെ സ്വയം പരിചയപ്പെടുത്താനും. എന്നിട്ട് സമ്മാനം എവിടെ? ആ ദാ ഒരു മിനിറ്റ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? സൂപ്പർ. ഭാര്യ ഭർത്താക്കന്മാരായ ഇങ്ങനെ വേണം, ഒരേ കുടക്കീഴില് ഒരുമയോടെ. ഇങ്ങനെ വേണം ഇനി നമ്മുടെ അച്ചൂട്ടന്റെയും അഞ്ജലിയുടെയും ജീവിതം. എന്താ മോളെ, അങ്ങനെയല്ലേ? ഭാര്യ
ഭാര്യ ഭർത്താക്കന്മാരായ ഇങ്ങനെ വേണം. ഒരേ കുടക്കീഴില് ഒരുമയോടെ. ഇങ്ങനെ വേണം ഇനി നമ്മുടെ അച്ചൂട്ടന്റെയും അഞ്ജലിയുടെയും ജീവിതം. എന്താ മോളെ, അങ്ങനെയല്ലേ? പൊയ്ക്കോ. എന്താ മോളെ ഇത്? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, സംഭവിച്ചതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിയാ മതി. നടന്നു കഴിഞ്ഞതിനെ മാറ്റിമറിക്കാൻ മനുഷ്യന് കഴിവില്ല. അത് വേണം നീ മനസ്സിലാക്കാൻ. കേട്ടിടത്തോളം അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയെ കോടതിയിൽ നിർത്തി വിയർപ്പിക്കുന്ന പെണ്ണല്ലേ നീ? അതിന്റെ ഒരു പകുതി ഉശിരെങ്കിലും ഇവിടെ കാണിച്ചേ പറ്റൂ. സത്യം പറഞ്ഞ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ കോടതിയിലെ പ്രകടനം കാണാനുള്ള ഭാഗ്യം എനിക്ക് ഇതേവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കത് ഇനി ഈ വീട്ടിൽ കാണണം. നീ വേണം ഇനി രാഘവൻ ഉണ്ണിയെ ഫ്രൈ ചെയ്തെടുക്കാൻ. എന്ത് പറയുന്നു? അതെ, ഇത് നിനക്കുള്ളതാ. ഇന്ന് നിന്റെ ആദ്യരാത്രിയല്ലേ? മോള് കുളിച്ച് ഫ്രഷായി ഈ വേഷം ധരിച്ചു വേണം അർജുന്റെ റൂമിലേക്ക് പോവാൻ. ദാ മോളിപ്പോ കൂടുതലൊന്നും ആലോചിച്ച് ടെൻഷനാവാൻ നിക്കണ്ട. ചെന്ന് കുളിച്ച് ഫ്രഷായി ഈ വേഷമൊക്കെ ഒന്ന് മാറ്. വന്ന നേരം മുതൽക്കേ ഈ വേഷത്തിൽ തന്നെയല്ലേ നിൽക്കുന്നത്? അതെ അഞ്ജലി, അന്നേരത്തെ ദേഷ്യത്തിന് മോളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കണമെന്ന് മോളുടെ അമ്മ പോലും ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടാവും. ദാ ഓഹോ, അപ്പൊ കുഞ്ഞമ്മയും മുത്തശ്ശിയും കൂടെ കൊച്ചുമോന്റെ ആദ്യ രാത്രി കളറാക്കാനുള്ള പരിപാടിയാ. കാണിച്ചു തരാം. എന്നാലും ഈ മാരണങ്ങളെല്ലാം കൂടി ഈ ശംഖചക്രത്തിലോട്ടാണല്ലോ വന്ന് കേറുന്നത്. ഒരുത്തേ പറഞ്ഞുവിടാൻ പെടാപ്പാട് വിടുമ്പോഴാ അടുത്തവള് വന്ന് കയറിയത്. ഓ, ഈ മനുഷ്യൻ ഈ ഫ്ലാസ്ക് എവിടെയാ കൊണ്ടുവച്ചത്? ഏട്ടത്തി, ഓ, നീയായിരുന്നോ? ഞാനങ്ങ് പേടിച്ചു പോയി ഇന്ദു. അല്ലെങ്കിൽ തന്നെ ഓരോന്ന് ആലോചിച്ച് മനുഷ്യൻ കാലിനടിയില് ആണി കയറിയ അവസ്ഥയില. അതിനിടയില അവളുടെ ഒരു വിളി. ആ ഇപ്പൊ ആണിയല്ലേ കേറിയിട്ടുള്ളൂ. ഇനി ഏട്ടത്തിയെ തൃശൂലത്തിൽ കയറ്റാനുള്ള പരിപാടിയാ അവിടെ നടക്കുന്നത്. എന്നുവെച്ചാ എന്താ ഇന്ദു നീ പറയുന്നേ? ആ അതേന്നേ, അവിടെ മുത്തശ്ശിയും രമ്യ കുഞ്ഞമ്മയും കൂടെ അച്ചൂട്ടന്റെ പുത്തനച്ചിയെ ആദ്യ രാത്രിക്ക് ഒരുക്കാനുള്ള തത്രപ്പാടില്ല. ആ അഞ്ജലി പെണ്ണിനെ. നേരാണോ ഇന്ദു? അല്ല കള്ളം. ഏട്ടത്തിക്ക് വിശ്വാസമായില്ലെങ്കിൽ നേരിട്ട് ചെന്നങ്ങ് നോക്ക്. അല്ല പിന്നെ. അയ്യോ അതല്ല ഇന്ദു, ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് ചോദിച്ചതാ. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നീ അത് പറ. നമ്മൾ എന്ത് ചെയ്യാനുള്ളതൊക്കെ അവര് ചെയ്തോളും. മണവാളനും മണവാട്ടിക്കും പച്ചക്കൊടി കാട്ടി വീട്ടിൽ വിളിച്ചു കയറ്റിയത് രാഘവേട്ടൻ തന്നെയല്ലേ? ഇനി കരഞ്ഞിട്ടും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കഷ്ടം. ഈശ്വര, എന്റെ ഒരു ഗതികേട് നോക്കിയേ.
ആരോടും ചോദിക്കാതെയും പറയാതെയും മൂത്തവൻ ഒരുത്തിയെ കുപ്പത്തൊട്ടിന്ന് വിളിച്ചോണ്ട് വന്നു. ഇപ്പൊ ദേ അവളുടെ അനിയത്തിയെയും വിളിച്ചോണ്ട് വന്നിരിക്കുക ഇളയവൻ. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. എന്ത് പറയാ? ഏതായാലും ഇത് വെറുതെ അങ്ങ് സംഭവിച്ച ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി. ഇത് മനഃപൂർവ്വം ശംഖചക്രം തറവാടിന്റെ അടിക്കൽ ഇളക്കാനുള്ള പ്ലാനും പദ്ധതിയും. മനഃപൂർവ്വോ? അതെങ്ങനെ? പറഞ്ഞുതരാം ഞാൻ. ഇതാ അനുപമ ചേട്ടത്തിയും അഞ്ജലി അനുജത്തിയും കൂടി പ്ലാൻ ചെയ്ത് ബുദ്ധിപൂർവ്വം നടപ്പാക്കിയ പദ്ധതിയാണെന്നാ എന്റെ സംശയം. എന്റെ ഈശ്വര, അങ്ങനെയൊക്കെ സംഭവിക്കുവോ? സംഭവിക്കാതെ പിന്നെ? ആദ്യം ഏട്ടത്തി അഭിലാഷിനെ കുടുക്കി ഈ വീട്ടിൽ കയറി കൂടി. രണ്ടാമത് അനുജത്തിയെ കൊണ്ട് അർജുനെ വിളച്ച് വശത്താക്കി സൂത്രത്തിൽ അകത്ത് കയറി കൂടിയതാണോന്ന് എങ്ങനെ അറിയാം? മറുപടി ഞാൻ പറഞ്ഞാ മതിയോ? നീ അവളോട് സംസാരിക്കണം. നിന്റെ ഉള്ളു തുറന്ന് സംസാരിക്കണം. നിന്നെ അവൾക്ക് മനസ്സിലാവൂടാച്ചു. എല്ലാം ശരിയാവും. ഇന്ന് വെച്ച അർജുനെ അഡ്വക്കേറ്റ് അഞ്ജലി സ്വന്തമാക്കിയെന്ന്. വാട്ട്?